എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ലൂക്കിനെയാണ്. ആൾക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഡീപ്പ് സൈഡിലാണ് നിൽക്കുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയൊരു ഇതൊക്കെ പുള്ളിക്ക് കാണുന്നുണ്ട്. പയ്യെ നമ്മൾ പുള്ളിനെ വെള്ളത്തിലൊക്കെ ഇറക്കി ഞാനും കൂടെ പുള്ളിയുടെ കൂടെ നിൽക്കുന്നുണ്ട്. പുള്ളി ചിരിക്കുന്നൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെറിയൊരു പേടിയുണ്ട് പുള്ളി. ആളോട് ഞാൻ ചോദിച്ചു ഡീപ്പിൽ നിൽക്കുന്നതിന് പേടിയുണ്ടെന്ന്. പുള്ളിക്കാരൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പേടിയൊന്നും ഇല്ലെന്നാണ് പറഞ്ഞേ. അങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല, ആക്ഷൻ മാത്രമല്ല, തലയിട്ട് അനക്കും, ചിരിക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ പുള്ളിയെ നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് കുറച്ച് കിക്കിങ് മാത്രം ചെയ്യും. അപ്പം പിന്നെ പുള്ളിയോട് ഞാൻ കുറച്ച് ബബിൾ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി വെള്ളത്തിനടിയിലൊക്കെ പോയി ബബിൾ ചെയ്ത് തല പൊക്കി. കുഴപ്പമില്ല, പേടിയൊന്നും കാണിച്ചില്ല. ആ സമയത്ത് നന്നായിട്ട് തന്നെ ചെയ്തു ബബിളിങ് ഒക്കെ. അവൻ നിൽക്കുന്ന സ്ഥലം ഒരു 9 feet വരുവേ. അതിൻ്റേതായിട്ടുള്ള പേടിയൊന്നും പുള്ളി എന്നെ കാണിച്ചില്ല. ബ്രീത്തിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്. പിള്ളേരെ പഠിപ്പിക്കുമ്പോഴേ നമ്മൾ അവരുടെ കൂടെ നിന്ന്, അപ്പോൾ അവർക്ക് പേടി തോന്നത്തില്ല. നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവും, അവരെ നമ്മൾ സേവ് ചെയ്യുന്നുള്ളൊരു ഇതൊക്കെ അവർക്ക് തോന്നും. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ലൂക്കിനെ അവിടെ ഇരുത്തി പുഷ് ചെയ്ത് പയ്യെ അവൻ വെള്ളത്തിൽ കൂടെ വന്ന് അവനെ സെൻറ്റർ വരേക്കും ഞാൻ സപ്പോർട്ട് ചെയ്ത് വരും. അത് കഴിയുമ്പോൾ ഞാൻ അവൻ സപ്പോർട്ട് ഇല്ലാതെ തന്നെ കിക്ക് ചെയ്ത് ബ്രീത്ത് ഹോൾഡ് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നതെന്ന് കാണാവേ. അപ്പോൾ ലൂക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പുള്ളി എനിക്ക് ഹൈഫൈ ഒക്കെ തന്നു. ഓക്കെ, സെറ്റായിട്ട് ചെയ്യാമെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പം ലൂക്ക് ഫുള്ളായിട്ട് ചെയ്യുന്ന എല്ലാവരും കാണണേ. എന്നാലും മുഖത്തൊരു ചെറിയ പേടിയൊക്കെ ഉണ്ട്. പക്ഷേ അവനവിടെ ഇരുന്ന് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൽ തന്നെ നിന്നേ. അവനൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയാണ് ചാടി ഹെഡ് ഡൗൺ ചെയ്ത് ആൾ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യുമെന്ന് നോക്കാം. കാലടിച്ച് നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. കിക്കിങ് കുറച്ചുകൂടെ ശരിയാകാനുണ്ട്. ശരിയാക്കി എടുക്കാമെന്നേ ഉള്ളൂ. അവന് പേടി മാറിയല്ലോ. അത് കഴിഞ്ഞ് ഞാൻ അവനോട് പറഞ്ഞേ ജമ്പ് ചെയ്തോളാൻ പറഞ്ഞു. ജമ്പ് ചെയ്ത് കുഴപ്പമില്ല, ചാടി നന്നായിട്ട് തന്നെ ചാടി. അപ്പം തന്നെ പൊങ്ങി, പേടിയൊന്നും കാണിച്ചില്ല. അപ്പോൾ പുള്ളിയുടെ പേടിയൊക്കെ മാറിയെന്ന് എനിക്ക് മനസ്സിലായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാവേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.